ഏവർക്കും ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024-2025 അക്കാദമിക വർഷത്തിലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ജാനുവരി 22-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. ഓരോ സ്കൂളിലും വ്യത്യസ്തമായ ടൈം ടേബിൾ ആണ്. ഓരോ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെയും ഡേറ്റ് നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കലിൽ ഈ വർഷം ചേഞ്ചസ് ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത്. പുതിയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുക എന്ന് പത്രങ്ങളിൽ വാർത്തകൾ വന്നു. എന്നാൽ ഔദ്യോഗികമായി ഇതുവരെ സർക്കുലർ ഒന്നും തന്നെ വന്നിട്ടില്ല. സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണെങ്കിലും 2023-2024 പബ്ലിക് മോഡൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ 40 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. സോ 2023-2024 പബ്ലിക് അതേപോലെ മോഡൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതേ നിലവാരത്തിലുള്ള അതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വർഷവും ചോദിക്കുക. സോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 6 ലാബ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കും. അതിൽ ഏതെങ്കിലും 4 ലാബ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓരോ ലാബിൽ നിന്നും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ 4 ലാബിൽ നിന്ന് 32 മാർക്സ് ആണ് നമ്മൾ എക്സാമിനേഷനിൽ കൂടെ സ്കോർ ചെയ്യേണ്ടത്. അതിനുശേഷം 4 മാർക്ക് വൈവ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചെയ്ത ലാബിൽ നിന്ന് തിയറിയുമായി ബന്ധപ്പെട്ട് ചില അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യനും ആൻസറുമായി ബന്ധപ്പെട്ട് ചില തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അതിന് ആൻസർ ചെയ്യുമ്പോൾ 4 മാർക്ക് കിട്ടും. 4 മാർക്ക് നിങ്ങളുടെ ഒബ്സർവേഷൻ ബുക്ക്, നിങ്ങൾ സർട്ടിഫൈ ചെയ്ത ഒബ്സർവേഷൻ ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ 4 മാർക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് 40 മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണും പുതിയ പാറ്റേൺ എന്തൊക്കെയാണ് എന്നുള്ളത് വിശദമായി സർക്കുലർ വന്നതിന് ശേഷം ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇന്ന് 2024 പബ്ലിക് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ലാബ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന ആൻസേഴ്സ് എങ്ങനെ നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തണം എന്ന് സൂചിപ്പിക്കും. അതുപോലെ ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ലഭിക്കാൻ സാധ്യത. ഇത് 2024 ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. 3 hours ആണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം. മാക്സിമം എന്താണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്? 32. 4 മാർക്ക് വൈവ, 4 മാർക്ക് ഒബ്സർവേഷൻ ബുക്കിന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 ക്വസ്റ്റ്യൻസ് തന്നിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 8 മാർക്ക്. നമുക്ക് 32 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അത് ഏതെങ്കിലും 4 ക്വസ്റ്റ്യനിന്നേ കിട്ടത്തുള്ളൂ. അല്ലാതെ 6 ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് 32 മാർക്കല്ല. ബെസ്റ്റ് ഓഫ് നിങ്ങൾ 6 വേണമെങ്കിൽ ആൻസർ ചെയ്യാം, പക്ഷെ ബെസ്റ്റ് ഓഫ് 4 മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്ക് മിനിമം ഫസ്റ്റ് ഇയറിലെയും അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഒരു ലാബെങ്കിലും ചെയ്യേണ്ടി വരും. അതായത് ഒരു ലാബ് ഫസ്റ്റ് ഇയർ ചെയ്താൽ 3 ലാബ് സെക്കൻഡ് ഇയർ ചെയ്യാം. നേരെ തിരിച്ചും ആകാം. അല്ലെങ്കിൽ 2 ലാബ് ഫസ്റ്റ് ഇയർ, 2 ലാബ് സെക്കൻഡ് ഇയർ. അതായത് ഓരോ വർഷത്തെയും മിനിമം ഒരു ലാബെങ്കിലും എക്സാമിനേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ജിയോജിബ്ര എന്ന അപ്ലറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റർ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. നിങ്ങൾക്കറിയാം, സ്മാർട്ട് വാച്ച് എക്സെട്ര അങ്ങനത്തെ യാതൊരു സാധനങ്ങളും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് കാൽക്കുലേറ്റേഴ്സ് നോട്ട് അലൗഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. ഇതൊക്കെയാണ് നിർദ്ദേശങ്ങൾ. സോ ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാബാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു ലാബും ഇത് തന്നെയാണ്. തീർച്ചയായും 2024-2025 അക്കാദമിക വർഷത്തിൽ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് പരിഗണിക്കുന്ന എല്ലാ ലാബുകളുടെയും എല്ലാ ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓരോ ലാബിലെയും ആക്ടിവിറ്റീസ് ഭംഗിയായി മനസ്സിലാക്കാൻ ആ വീഡിയോ ക്ലാസ്സുകൾ കാണുന്നത് സഹായകരമാകും. അതിനുശേഷം മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2022, 2023, 2024 പബ്ലിക് മോഡൽ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
So question number 1. Follow the directions given below and construct a GeoGebra applet. Okay. എന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഇവിടെ കൃത്യമായി തന്നിട്ടുണ്ട്. ഒരു പ്രൊസീജിയർ നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അതെങ്ങനെ ഇൻപുട്ട് ചെയ്യണം എന്ന കമാൻഡ് പോലും ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിന്റെ ഒന്നും യാതൊരു ടെൻഷനുമില്ല. ഈ സെയിം രീതിയിൽ തന്നെയാണ് സ്ഥിരമായി ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ലാബിൽ നിന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം എക്സ് ക്യൂബ് ആണ്, വേറൊരു വർഷം സൈൻ എക്സ്, വേറൊരു വർഷം എക്സ് സ്ക്വയർ, വേറൊരു വർഷം എക്സ് റൈസ് ടു 1/3 അല്ലെങ്കിൽ റൂട്ട് എക്സ്. ഇതൊക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുന്നത്. ബാക്കിയെല്ലാം ഒരേ പ്രൊസീജിയറാണ്. സോ തീർച്ചയായിട്ടും ഈ പ്രൊസീജിയർ ഒന്നും കാണാതെ പഠിക്കേണ്ട, എല്ലാം തന്നിരിക്കും. ഈ ഫംഗ്ഷൻ മാത്രം ചേഞ്ച് ചെയ്യും. ഈ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും നൽകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിൽ എന്താണ് ജിയോജിബ്ര. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. വിൻഡോ ഓപ്പൺ ചെയ്ത് വന്നാൽ എന്താണ്, നമ്മൾ വേണമെങ്കിൽ അതിനൊന്ന് സ്റ്റാൻഡേർഡ് വ്യൂ ആക്കാം. കൺട്രോൾ എം പ്രസ് ചെയ്താൽ സ്റ്റാൻഡേർഡ് വ്യൂ വരും, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്താലും ഇതേപോലെ സ്റ്റാൻഡേർഡ് വ്യൂ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി നമ്മുടെ ആദ്യത്തെ നിർദ്ദേശം എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ആദ്യത്തെ ഫംഗ്ഷൻ എഫ് എന്നേ വരത്തുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് എക്സ് ക്യൂബ് എന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എക്സ് ഷിഫ്റ്റ് ക്യാപ്പ് 3 അറിയാലോ. എന്റർ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഗ്രാഫ് ഓഫ് എക്സ് ക്യൂബ്. ഇനി അങ്ങനെയല്ല, എഫ് ഓഫ് എക്സ് ഈക്വൽ എന്ന് കൊടുക്കണം, അങ്ങനെ തന്നെ കൊടുത്തോളൂ, നോ പ്രോബ്ലം. കണ്ടോ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്നു. നമ്മൾ അങ്ങനെ കൊടുത്തില്ല എങ്കിലും അത് അവിടെ തന്നെ വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം വാല്യൂ -10, മാക്സിമം വാല്യൂ +10 ആൻഡ് ഇൻക്രിമെന്റ് 0.1. വീണ്ടും ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു. എന്താണ്? ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. സ്ലൈഡർ ടൂൾ എവിടെയാണ്? ഇങ്ങനെ തപ്പി വരുമ്പോൾ നിങ്ങൾക്കറിയാം, ലാബ് ചെയ്തവർക്ക് പിന്നെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, കൃത്യമായിട്ട് മനസ്സിലാവും. സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്തു. നോക്കിക്കൊണ്ടിരുന്നാൽ ഒന്നും വരത്തില്ല, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നമ്പർ സ്ലൈഡർ അതാണ് ഡിഫോൾട്ട് ആയിട്ടോടെ ഉള്ളത്, അത് തന്നെയാണ് വേണ്ടത്. മിനിമം വാല്യൂ എന്താ വേണ്ടേ? -10, അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം വാല്യൂ എന്താണ്? +10. ദെൻ ഇൻക്രിമെന്റ് എന്തായിരുന്നു? 0.1. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ ഈ സ്ലൈഡർ വന്നുകൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കാൻ ഇത് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ, ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫസ്റ്റ് ഇതിൽ മൂവ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വിൻഡോയിൽ ക്ലിക്ക് ചെയ്താലും ആ ഓപ്പറേഷൻ ലൈവ് അല്ലാതായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് അത് ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്ലോട്ട് ദ പോയിന്റ്സ്. 3 പോയിന്റ് പ്ലോട്ട് ചെയ്യണം. ഒന്നാമത്തെ പോയിന്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് a,0, b ഈക്വൽ ടു a,f(a), c ഈക്വൽ ടു 0,f(a). ഈ 3 പോയിന്റ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു. നമ്മൾ നേരത്തെ ഫംഗ്ഷൻ, ആദ്യത്തെ ഫംഗ്ഷൻ എഫ് എന്ന് വരുന്നത് പോലെ എപ്പോഴും ആദ്യത്തെ പോയിന്റ് ക്യാപിറ്റൽ എ, രണ്ടാമത്തെ പോയിന്റ് ക്യാപിറ്റൽ ബി, അങ്ങനെ വരത്തുള്ളൂ. അതുകൊണ്ട് ക്യാപിറ്റൽ എ ഈക്വൽ ടു എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. അതിനുവേണ്ടി ബ്രാക്കറ്റ് ഓക്കെ കൊടുത്തു. സ്മോൾ ലെറ്റർ a, 0. എന്റർ കൊടുക്കുമ്പോൾ കണ്ടോ, ക്യാപിറ്റൽ എ എന്ന് തന്നെ വന്നു അല്ലെ. നമ്മൾ എ ഈക്വൽ ടു എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, സമയം ലാഭിക്കാം. രണ്ടാമത് ക്യാപിറ്റൽ ബി ഈക്വൽ ടു a,f(a). അവിടെയും നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി, ബി എന്ന് കൊടുക്കണ്ട. സ്മോൾ ലെറ്റർ a, f(a), എഫ് ഇട്ടിട്ട് വീണ്ടും ബ്രാക്കറ്റ് സ്മോൾ ലെറ്റർ a. ദെൻ എന്റർ ചെയ്യുമ്പോൾ ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടും. ദാറ്റ് ഈസ് എന്താണ്? ബി. നെക്സ്റ്റ് വൺ മോർ പോയിന്റ് എന്താണ്? സി. എ ബി സി ആ ഓർഡറിലേ വരത്തുള്ളൂ. വേറൊരു പോയിന്റ് ആണെങ്കിൽ നമ്മളിവിടെ ആ പോയിന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചെയ്യണ്ട. അടുത്ത 0,f(a), 0,f(a) ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ എ. എന്റർ. സി, y ആക്സിസിൽ ഒരു പോയിന്റ് കിട്ടി. അപ്പൊ നമുക്ക് 3 പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ സാധിച്ചു, എ ബി സി. സോ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് ഡ്രോ ദ ലൈൻ സെഗ്മെന്റ്സ് എ ബി ആൻഡ് ബി സി. ഡ്രോ ദ ലൈൻ സെഗ്മെന്റ് എ ബി ആൻഡ് എന്താണ്? ബി സി. അതിനുവേണ്ടി നമ്മൾ ലൈൻ ടൂൾ എടുക്കുക. ലൈൻ ടൂളിൽ സെഗ്മെന്റ് സെലക്ട് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത്? ലൈൻ സെഗ്മെന്റ് എ ബി. എയിൽ ക്ലിക്ക് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ വി ഹാവ് ടു ഡ്രോ ദ ലൈൻ സെഗ്മെന്റ് ബി സി. ബിയിൽ ക്ലിക്ക് ചെയ്യുക. എന്താണ്? ബിയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ സിയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇവിടെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് നേരെ മൂവ് ബട്ടൺ കൊടുക്കുക. ആ പ്രോസസ്സ് ക്ലോസ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക്
ഈ സി എന്ന് പറയുന്ന പോയിന്റിന്റെ അവിടെ കൊണ്ടുവച്ചാൽ ആ പോയിന്റ് എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഷോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ബി എന്ന് പറയുന്ന അവിടെയും നമുക്ക് ഇവിടെ കൊണ്ടുവച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പൊ അത് ഷോ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, ദെൻ എന്താണ് നെയിം എന്നുള്ള സ്ഥലത്ത് നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ അവിടെ അത് ഷോ ചെയ്യുന്നതായിട്ട് കാണാം. ഇതുപോലെ സി കൂടെ ഷോ ചെയ്യുന്നത് നല്ലതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, ദെൻ എന്താണ് നെയിം ആൻഡ് വാല്യൂ. ഓക്കെ, അപ്പൊ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്താണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ ക്ലാഷ് വരുന്നത് കൊണ്ട് ഇതിനെ ഒന്ന് വലിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് സി അല്ലെ. സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇതാണെന്നറിയാം, ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്നറിയാം. അപ്പോൾ നമ്മളിവിടെ പോയിന്റ് ബി എന്തായിരുന്നു? എ കോമ എഫ് ഓഫ് എ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ഫംഗ്ഷന്റെ ഇമേജ് ആണ് ബിയുടെ y കോർഡിനേറ്റ്. അത് തന്നെയാണ് സിയുടെയും y കോർഡിനേറ്റ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എക്സ് ക്യൂബ്, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ബിയുടെ y കോർഡിനേറ്റ് എന്ത് നൽകുന്നു? 1ന്റെ ക്യൂബിന്റെ വാല്യൂ ആണ് നൽകുന്നത്. അല്ലെങ്കിൽ സിയുടെ y കോർഡിനേറ്റ് 1 ക്യൂബിന്റെ വാല്യൂ ആണ് നൽകുന്നത്. ഇനി നമുക്ക് സംശയമുണ്ടെങ്കിൽ വേറൊരു വാല്യൂ നമുക്ക് പരിചയമുള്ള 2ന്റെ ക്യൂബ് നമുക്കറിയാം എത്രയാണ്? 8 ആണല്ലോ. അപ്പോൾ 2ന്റെ ക്യൂബ് 2ലേക്ക് എത്തിക്കുക. ഓക്കെ, 2ലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ എന്താണ്? സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവന് മേളിൽ പോയതുകൊണ്ടാണ് കേട്ടോ. സ്ക്രീൻ ഒന്ന് ഓക്കെ ചെയ്യുമ്പോൾ നോക്കിയൊക്കെ ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് എന്നാണ് 8, അതായത് 2ന്റെ ക്യൂബാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ഇവിടെയും സിയുടെ y കോർഡിനേറ്റും അതും എന്ത് തന്നെയാണ്? 2ന്റെ ക്യൂബാണ് നൽകുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. 2 കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനും സ്ലൈഡറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനും 2 ഇൻപുട്ട് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് ബോക്സ് അറിയാമല്ലോ, സ്ലൈഡർ ടൂളിൽ ഏറ്റവും ലാസ്റ്റിലുള്ളത്. ക്ലിക്ക് ചെയ്യുക അല്ലെ, സെലക്ട് ചെയ്താൽ മാത്രം വരെ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആദ്യം ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. തിരിച്ചറിയാൻ ഫംഗ്ഷൻ എന്ന് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫൺ എന്ന് കൊടുത്താലും മതി. ഫംഗ്ഷൻ എന്താണ്? എക്സ് ക്യൂബ്. അപ്പൊ നമുക്ക് ഈ ഇൻപുട്ട് ബോക്സിൽ വ്യത്യസ്ത ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ ഗ്രാഫ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടും ഒരു ഇൻപുട്ട് ബോക്സ് വേണം. ഇതിപ്പോൾ ലൈവ് ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അടുത്താണ് സ്ലൈഡർ വാല്യൂ ചേഞ്ച് ചെയ്യാൻ. എന്താണ് സ്ലൈഡർ വാല്യൂ ചേഞ്ച് ചെയ്യാൻ? ഒരു ഇൻപുട്ട് ബോക്സ്. അതാണ് സ്ലൈഡർ വാല്യൂ എന്നുള്ളത്. എന്താണ്? സ്മോൾ ലെറ്റർ എ അല്ലേ? സോ എ ആണ്, സ്മോൾ ലെറ്റർ എ ആണ് സെലക്ട് ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടത്തില്ല, അതറിയണം. സോ 2 ഇൻപുട്ട് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാനും പിന്നെ എന്താണ് സ്ലൈഡർ ചേഞ്ച് ചെയ്യാനും സ്ലൈഡർ വാല്യൂ ചേഞ്ച് ചെയ്യാനും ഒന്ന് ഒതുക്കി ഇങ്ങോട്ടൊക്കെ വെച്ചാൽ നമ്മൾ അടുക്കും ചിട്ടയുമുള്ള കുട്ടികളാണെന്ന് എക്സ്റ്റേണൽ എക്സാമിനറിന് മനസ്സിലാകും. ഓക്കെ, അതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി ഒരു കുഴപ്പവുമില്ല അല്ലേ, എവിടെ കിടന്നാലും പ്രശ്നമില്ല. ഓക്കെ, നമ്മുടെ അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നതിന്റെ പ്രൊസീജിയർ എല്ലാം ചെയ്തു, അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കൂളിൽ മറ്റൊരു സ്കൂളിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷ നടത്താൻ ഒരു എക്സാമിനർ വരും. അയാളെ എക്സ്റ്റേണൽ എക്സാമിനർ എന്നാണ് പറയുന്നത്. അയാളെ വിളിച്ച് അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തു എന്ന് പറയുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ ഇതെങ്ങനെ രേഖപ്പെടുത്തും അതും മനസ്സിലാക്കണം. നമ്മൾ ആദ്യം എഴുതേണ്ട Q1 ക്വസ്റ്റ്യൻ നമ്പർ 1 ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് എന്നിങ്ങനെ ഹെഡിങ് കൊടുക്കുക. ഇത് ക്വസ്റ്റ്യൻ നമ്പർ Q1 ആണെങ്കിൽ Q1, Q3 ആണെങ്കിൽ Q3. സാധാരണ ലാബ് 1 എപ്പോഴും Q1 എന്നാണ് ചോദിക്കുന്നത്. Q1 ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷൻ ഹെഡിങ് എഴുതിയിട്ട് 1 എന്ന ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അപ്ലെറ്റ് ക്രിയേറ്റഡ്. ആ പ്രൊസീജിയർ ഒന്നും നിങ്ങൾ ഇവിടെ എഴുതണ്ട, അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഇവിടെ ജസ്റ്റ് അപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് എഴുതിയതിനു ശേഷം എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. അയാൾ അപ്ലെറ്റ് നോക്കും. അതിനുശേഷം അയാൾ ചിലപ്പോൾ ടിക്കിടും, ചിലപ്പോൾ മാർക്കിടും, അത് അയാളുടെ ഇഷ്ടമാണ്. എന്തായാലും ജസ്റ്റ് കാണിച്ചതിന് ശേഷം മാത്രമേ ഈ വിൻഡോ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. കഴിയുന്നതും വിൻഡോ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലാബ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 യൂസിംഗ് above applet find value of only one having tick mark from the following. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ സോഫ്റ്റ്വെയറിലാണെങ്കിൽ അത് ടിക്ക് ഇട്ട് തന്നെ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഇവിടെ ഈ 3 എണ്ണത്തിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? 1.2ന്റെ ക്യൂബ് കണ്ടെത്തുക. 1.2 റൈസ് ടു 3 അതിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? നേരത്തെ സ്ലൈഡറിൽ 2 കൊടുത്തപ്പോൾ 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സിയുടെ y കോർഡിനേറ്റ്, രണ്ടും ആൻസർ ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് 1.2ന്റെ ക്യൂബ്. അപ്പൊ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 1.2. ദെൻ എന്റർ കൊടുക്കുമ്പോൾ 1.2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1.73.
ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സിയുടെ y കോർഡിനേറ്റ് രണ്ടും ആൻസർ ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. സോ എന്താണ് ആൻസർ? 1.2ന്റെ ക്യൂബ് 1.73. സിമിലർലി അടുത്തെന്തായിരുന്നു നമുക്ക് വേണ്ടത്? 1.2 കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു? 1.5. 1.5 കാണണമെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് കൊടുത്താൽ മതി? 1.5 എൻ്റെ കൊടുക്കുമ്പോൾ ചാടി വാല്യൂ 1.5ന്റെ ക്യൂബ് എന്താണ്? 3.38 എന്ന് കിട്ടും. 3.38. അടുത്ത 1.1ന്റെ ക്യൂബ് കാണണമെങ്കിൽ വീണ്ടും നമ്മൾ എന്താണ് ഇവിടെ എന്താണ് 1.1 എന്ന് കൊടുക്കുക. ദെൻ എൻറ്റർ. 1.1ന്റെ ക്യൂബ് എന്താണ്? 1.33. ആൻസർ എന്താണ്? 1.33. ഇതിലേതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ അതിന്റെ മാർക്ക് എത്രയാണ്? 2 മാർക്കാണ്. വെരി സിമ്പിൾ. ചുരുക്കി പറഞ്ഞാൽ ഈ അപ്ലറ്റ് യൂസ് ചെയ്ത് ഇതിന്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടെത്താം. സോ ഇത് എഴുതിയതിനു ശേഷം നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി അധ്യാപകൻ അങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം കാണിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. യൂസിംഗ് എബവ് അപ്ലറ്റ് ആൻസർ ഓൺലി 1 ക്വസ്റ്റ്യൻ. ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, അത് മാത്രം ആൻസർ ചെയ്താൽ മതി. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് cos 2.4 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. എക്സ് ക്യൂബിന്റെ അല്ലെ 1.2ന്റെ ക്യൂബ് കാണാൻ ഫംഗ്ഷൻ എക്സ് ക്യൂബ് എന്ന് കൊടുത്തു. √25 കാണണമെങ്കിൽ ഫംഗ്ഷൻ എന്ത് കൊടുക്കണം? √x എന്ന് കൊടുക്കണം. 1.3 സ്ക്വയർ കാണണമെങ്കിൽ ഫംഗ്ഷൻ എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ. സ്ക്വയർ കാണണമെങ്കിൽ എക്സ് സ്ക്വയർ കൊടുക്കുക. റൂട്ട് കാണണമെങ്കിൽ √x എന്ന് കൊടുക്കുക. ക്യൂബ് കാണണമെങ്കിൽ എക്സ് ക്യൂബ് എന്ന് കൊടുക്കുക. കോസിന്റെ വാല്യൂ കാണണമെങ്കിൽ എന്ത് കൊടുക്കണം? cos x എന്ന് കൊടുക്കണം. സൈനിന്റെ വാല്യൂ കാണണമെങ്കിൽ sin x എന്ന് കൊടുക്കണം. ഇവിടെ കോസ് ആണ് കാണേണ്ടത്. അപ്പൊ ഫംഗ്ഷൻ വെറും കോസ് എന്നല്ല cos x എന്ന് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രാഫ് മാറണം. മാറിയില്ലെങ്കിൽ നിങ്ങളുടെ അപ്ലറ്റിന് എന്തോ കുഴപ്പമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നമുക്ക് കാണേണ്ടത് എന്താണ്? കോസ് എന്തിന്റെ വാല്യൂ ആണ്? 2.4. അപ്പൊ ആ വാല്യൂ എവിടെയാണ് കൊടുക്കേണ്ടത്? സ്ലൈഡറിലാണ് അല്ലേ? സോ സ്ലൈഡർ വാല്യൂ എന്താണ്? 2.4. 2.4 എൻ്റർ കൊടുക്കുമ്പോൾ വാല്യൂ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. എന്താണ് ഇതിന്റെ ഇടയിൽ? 0.74 അല്ലെ? എന്റെ ഗ്രാഫിന്റെ ഇടയിലൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് മേലോട്ട് വയ്ക്കുക. അപ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ സി രണ്ടിന്റെയും ആൻസർ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ശ്രദ്ധിക്കുക. cos 2.4 ഈക്വൽ ടു എന്താണ്? മൈനസ് കാണാതെ പോകരുത്. -0.74 അല്ലെ? ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സിയുടെ y കോർഡിനേറ്റ് വിച്ച് ഈസ് ദ ആൻസർ. അപ്പൊ ഇതെങ്ങനെ രേഖപ്പെടുത്തും? അപ്പോൾ എന്താണ്? ടേക്ക് f of x ഫംഗ്ഷൻ അല്ലെങ്കിൽ എഡിറ്റ് ദ ഫംഗ്ഷൻ ആസ് cos x. then slider value change the slider value as 2.4. then y coordinate of c is the answer. cos 2.4 equal to -0.74 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ y coordinate of capital B is the answer. ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. രണ്ടും കറക്റ്റ് ആണ്. സിമിലർലി ബാക്കി നിങ്ങൾക്ക് ചെയ്തൂടെ? രണ്ടാമത് എന്താണ് കാണേണ്ടത്? cos 5.3. cos 5.3 കാണണമെങ്കിൽ നമ്മൾ cos x ന് മാറ്റണോ? മാറ്റണ്ട. സൈഡർ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. എന്താണ്? 5.3 അല്ലേ? 5.3. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ ആൻസർ എന്താണ്? 0.55 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. 0.55. അതുപോലെ cos 2.7 കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? 2.7. ഏതാണോ ടിക്ക് ഇട്ടിട്ടുള്ളത് അത് മാത്രം ആൻസർ ചെയ്താൽ മതി. 2.7 എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ -0.9 വിച്ച് ഈസ് ദ ആൻസർ. -0.9. ഓക്കെ, ഇതിൽ ഏതാണോ ടിക്കറ്റ് ഉള്ളത് അത് മാത്രം ആൻസർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് 3 മാർക്കാണ്. കാരണം ആ സ്റ്റെപ്പ് എഴുതണം. ആൻസർ മാത്രം എഴുതുകയല്ല വേണ്ടത്. റൈറ്റ് ദ മെത്തേഡ്. അപ്പൊ എഡിറ്റ് ദ ഫംഗ്ഷൻ ആസ് എന്താണ്? cos x. ചേഞ്ച് ദ സ്ലൈഡർ വാല്യൂ ആസ് 2.4. then cos 2.4 equal to എന്താണ്? y coordinate of c അല്ലെങ്കിൽ y coordinate of capital B equal to എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതുമ്പോഴാണ് 3 മാർക്ക് കിട്ടുന്നത്. പല കുട്ടികളും ഈ cos 2.4ന്റെ വാല്യൂ മാത്രം എഴുതും, എങ്കിൽ മാർക്ക് കിട്ടത്തില്ല. ഇവിടെ cos 2.4 ആണ് ചോദിച്ചത്. ഇതിന് പകരം ചിലപ്പോൾ എന്താണ്? സൈൻ ചോദിക്കാം, ടാൻ ചോദിക്കാം. ടാൻ ചോദിച്ചാൽ ഫംഗ്ഷൻ ടാൻ x സ്ലൈഡർ വാല്യൂ ചേഞ്ച് ചെയ്യുക. ഇനി ഇവിടെ √2.5 കാണാൻ പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? √x അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? സ്ലൈഡർ വാല്യൂ 2.5. ഇത് തന്നെയാണ് വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. നമുക്ക് 8⁻⁴ ഇതിന്റെ വാല്യൂ കാണണം. ഫംഗ്ഷൻ എന്ത് കൊടുക്കും? 8⁻⁴ സംതിങ് ⁻⁴. അപ്പൊ ഫംഗ്ഷൻ x⁻⁴ എന്ന് കൊടുക്കണം. സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ഈ ലാബിൽ സാധ്യത. അതിനപ്പുറത്തൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താണ്? ഫംഗ്ഷൻ √x എന്ന് നമ്മൾ കൊടുത്തു. എക്സിന് നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കും?
നെഗറ്റീവ് വാല്യൂ എടുത്ത എന്താണ് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. റിയൽ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഈ വർഷവും ചോദിക്കാൻ സാധ്യത. സോ ലാബ് 1 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് കാണുക. അവിടെ ഒരു ഫംഗ്ഷൻ മെഷീൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് നോക്കുക. ബാക്കിയൊക്കെ ഇതൊക്കെ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാബാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ എന്താണ് ലാബ് 2 2024 ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.